I want to share my experience with the Yogeshwara Linga and my time being here, how it was. So I can only say that it's a very pleasant experience for me. I'm very happy to be here and to imbibe the energy that is available. And I hope everyone back home in India, around the world, can come and experience this space for yourself. ഒരു നാഗപ്രതിഷ്ഠ യോഗീശ്വര പ്രതിഷ്ഠയൊക്കെ തുടങ്ങി വിവരം അറിഞ്ഞത്. അപ്പോൾ അതിൽ പ്രകാരം ഞാനൊന്ന് കാണണമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡായിട്ട് അവിടെ വെച്ച് ഗുരുജീനെ കാണാൻ പറ്റി. ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, ഗുരുജി ഇവിടെ ഇല്ലാതാണ് എനിക്ക് കിട്ടിയ വിവരം ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ വന്ന സമയത്ത് ഗുരുജീനെ കാണാൻ പറ്റി. അപ്പോൾ ഗുരുജിയുടെ കൂടെ തന്നെയാണ് ഈ സ്ഥലത്തേക്ക് വന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇവിടുത്തെ എന്താ പറയുക, ആ പ്രതിഷ്ഠയുടെ മുന്നിലിരുന്നിട്ട് കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്യാനൊരു ചാൻസ് കിട്ടി. അപ്പോൾ ഞാൻ ഒരു 2 വർഷമൊക്കെ ആയിട്ട് പലതരത്തിലുള്ള മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ഞാൻ മെഡിറ്റേഷൻ ചെയ്തു. അപ്പോൾ ഒരു വെരി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. ഇതുപോലൊരു വൈബ്രേഷൻ എനിക്ക് വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല. സോ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സോ എല്ലാവരും ഇവിടെ വരണം, ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. ഇപ്പോൾ കോൺസെൻട്രേഷൻ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല, ഗുരുജി അങ്ങനെ പറഞ്ഞത്. ഫുള്ളായിട്ട് കഴിയുമ്പോൾ ഇതിനേക്കാളും എത്രയോ ഇരട്ടിയായിരിക്കും ആ കിട്ടുന്ന എക്സ്പീരിയൻസ് ഞാൻ ഇപ്പോഴേ ഊഹിക്കുകയാണ്. ഏകദേശം ഞാനൊരു 6 വർഷമായി ഒരു സാധന ചെയ്തുകൊണ്ടിരിക്കുന്നു. ശാംഭവി മഹാമുദ്രയാണ് ഞാൻ ചെയ്യുന്ന സാധനം. അപ്പോൾ അതിലൂടെ ചെറിയ ചെറിയ എക്സ്പീരിയൻസൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഞാൻ ചെല്ലുമ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് വളരെ കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ കന്യാകുമാരി ദേവി ടെമ്പിളിൽ പോയപ്പോഴും ചാമുണ്ടേശ്വരി ടെമ്പിളിൽ പോയപ്പോഴും പിന്നെ സദ്ഗുരുവിൻ്റെ ധ്യാനലിംഗ, അവിടെയെല്ലാം എനിക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് വളരെ സാധാരണ ഒരു സ്ഥലത്തേക്കാളും ഒരുപാട് കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ ഇരുന്നതും. പക്ഷേ ആ തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. അപ്പോൾ എനിക്ക് ഇവിടെ വന്നിരിക്കുമ്പോൾ അത്രമാത്രം ഊർജത്തിൻ്റെ അതിപ്രസരം ഉള്ളതുകൊണ്ടാണ് എന്നെപ്പോലുള്ളവർക്കും ഇത് അനുഭവിക്കാൻ സാധിക്കുന്നത്. എന്താണ് യഥാർത്ഥ ആത്മീയത? അത് മനസ്സാൽ സൃഷ്ടിക്കുന്ന ഒന്നല്ല. ഒരു ബുക്ക് വായിച്ചിട്ടോ പ്രാർത്ഥനയിലൂടെയോ ഒന്നും നേടാവുന്നതുമല്ല. മനസ്സെവിടെ അസ്തമിക്കുന്നോ അവിടെയാണ് യഥാർത്ഥ ആത്മീയ സാധന തുടങ്ങുന്നത്. യോഗീശ്വരലിംഗ സന്നിധിയിൽ ഗുരുകൃപയാൽ നമുക്ക് യഥാർത്ഥ ആത്മീയ സാധ്യത തിരിച്ചറിയാനുള്ള ഒരു ഉപാധിയാണ്.